അച്ഛൻ മുഖം കറുപ്പിച്ചു എന്ന് പറഞ്ഞ് മൂടോട്ടൊന്നും ആവണ്ട. അച്ഛന്റെ പിണക്കൊക്കെ വെറും സൗന്ദര്യ പിണക്ക്. അത് പെട്ടെന്നങ്ങ് മാറും. എന്നിട്ടാണോ അമ്മയുമായിട്ടുള്ള പിണക്കം കഴിഞ്ഞ 10-20 വർഷമായിട്ട് തുടരുന്നത്? രാജു, അതുപോലെ അല്ലല്ലോ ഇത്. പറയാൻ പറ്റില്ല ഋതു. എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി സ്നേഹമുള്ള ചില മനുഷ്യര് പിണങ്ങിയാൽ പിന്നെ പിണങ്ങിയതാണ്. രാജു എന്തിനാ ഈ അരുതാത്തതൊക്കെ ചിന്തിക്കുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാജു. എന്റെ അച്ഛൻ അത്തരക്കാരനൊന്നും അല്ല. അച്ഛൻ എന്നെ വെറുത്താലും രാജുവിനെ ഒരിക്കലും വെറുക്കില്ല. അതെനിക്ക് ഉറപ്പാ. ഇവരുടെ ഒരു കാര്യം. അവിടെ നോക്കി, ഉടനെ 4 കുഞ്ഞിക്കാലുകൾ വേണ്ട കക്ഷികൾ അവിടുന്ന് വരുന്നുണ്ട്. ചേച്ചി രാജുവേട്ടനും ഞങ്ങളെ കണ്ടപ്പോ എന്തോ പറഞ്ഞു ചിരിച്ചല്ലോ. നല്ല തമാശയാണെങ്കി ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ. അപ്പു, അത് നിന്നോട് പറയാൻ പറ്റില്ല. അതൊക്കെ ഞാനും എന്റെ ചെറിയമ്മയും തമ്മിലുള്ള തമാശ. മോളെ അപ്പു, നിനക്ക് ഈഗോ ഒന്നും അടിക്കണ്ട. ഇതിങ്ങനെയാ. ചെറിയമ്മയും ഋതുമോളും കൂടി കൂടിയ നമ്മളൊക്കെ ഔട്ടാ. ഇവര് നല്ല കെമിസ്ട്രി അല്ലേ രാജുവേട്ടാ? കെമിസ്ട്രി ആണോ ബയോളജി ആണോ എന്നൊന്നും എനിക്കറിയില്ല. ചെറിയമ്മ മോളും തമ്മില് നല്ല ബോണ്ടാ. ദേ പരുന്തുകൾ പറന്ന് വരുന്നുണ്ട്. രാഗി പറക്കുന്ന ചെമ്പരുന്തുകൾ. അപ്പു, ഇത്തരം പരിഹാസമൊന്നും വേണ്ട കേട്ടോ. കാര്യടങ്ങേറെ കാര്യമാണെങ്കിലും അവരുടെ കൂടെ പിറപ്പാ. സോറി അച്ഛാ. ഇതാണോ ക്ലീനറുടെ യൂണിഫോം? അതോ ഓഫീസ് വരും പെട്ടാ പോരെ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞങ്ങളുടെ കാറിലാ താൻ വരുന്നേ. അപ്പൊ യൂണിഫോം ഇട്ടോണ്ട് വന്നാ മതി. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എടിയും എടയൊന്നും അല്ല, ഋതിക. അതാ എന്റെ നെയിം. അങ്ങനെ വിളിച്ചാ മതി. യൂണിഫോം ഇട്ടോണ്ട് വരുന്നുണ്ടോ അതോ ഞാൻ അച്ഛനോട് പറയണോ? വേണ്ട, ഞാൻ യൂണിഫോം ഇട്ടിട്ട് വരാം. ഗുഡ്. ഒരു ചക്ക വീണ് മൊയില് ചത്തൂന്ന് കരുതി എല്ലായ്പ്പോഴും ചക്ക വീണ് മൊയില് ചാവില്ല. ഇതെന്തോന്ന് എക്സാമ്പിളാ? ഈ മൊയിലുകളെല്ലാം കൂടി പ്ലാവിന്റെ ചോട്ടിലാണോ താമസിക്കുന്നത്? സർ, CA കോടതി വിസ്തരിക്കുന്ന ദിവസം അതവിടെ നിൽക്കട്ടെ. എനിക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമുണ്ട്. ബാശര, നീ ടെൻഷനൊന്നും ആവണ്ട.